അദ്ദേഹം അത് പിൻവലിച്ചു, മാപ്പ് പറഞ്ഞു, സ്ഥാനാർത്ഥി മാപ്പ് പറഞ്ഞു. എന്നിട്ടും അത് പോരാ, നിയമപരമായി മുന്നോട്ട് പോവുകയാണെന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് യോഗത്തിനിടയിൽ UDFൻ്റെ ഒരു കായംകുളത്തെ പ്രമുഖനായ ഒരു നേതാവ് നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകൾ അത് ഒരിക്കലും പറയരുതാത്തതായിരുന്നു. ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ, അദ്ദേഹം പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. UDFന് വേണ്ടി ഞാൻ മാപ്പ് പറഞ്ഞു. കാരണം എന്താ, UDFൻ്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ മാപ്പ് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് സംഘടനാപരമായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കഴിഞ്ഞു. ഇത്തരൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് ഭാരവാഹിത്വ ചുമതല ഏറ്റെടുക്കേണ്ട അദ്ദേഹത്തെ മാറ്റി നിർത്തി. പുതിയൊരാൾ ആ സ്ഥാനത്തേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി ആയിരിക്കുന്ന മുസ്ലിം ലീഗ് ഏറ്റവും കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രമുഖനായ ഒരു നേതാവ്, നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷേ എന്തോ പ്രസംഗത്തിനിടയിൽ പെട്ടെന്ന് അതിവൈകാരിക മൂലം സംഭവിച്ച ഒരു പിഴവാണ്, നാക്കുപിഴവല്ലേ. അദ്ദേഹത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ ചിന്തിക്കണം, എത്ര ശക്തമായ നടപടിയാണ്. അപ്പോൾ സംഘടനാപരമായി ചെയ്യാവുന്ന കാര്യം, ധാർമ്മികമായി ചെയ്യാവുന്ന കാര്യം ഞങ്ങൾ പൂർത്തീകരിച്ചു. നിയമപരമായ നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റേറ്റല്ലേ, പ്രോസിക്യൂഷൻ അവർക്കല്ലേ ചെയ്യേണ്ട ഉത്തരവാദിത്തം. ഞങ്ങൾ ആ നടപടി സ്വീകരിക്കുന്നത്, ഞങ്ങളിതിരല്ല. ആ നടപടി അവർക്ക് സ്വീകരിക്കാൻ ഞങ്ങൾ ഒരു തരത്തിലും തടസ്സം നിൽക്കുന്നില്ലല്ലോ. പല നേതാക്കന്മാർ UDFൻ്റെ പിന്നെ LDFൻ്റെ വിജയരാഘവൻ നമ്മുടെ അല്ല, അവരെല്ലാം ആക്ഷേപിച്ചില്ലേ. ഞാൻ മാധ്യമപ്രവർത്തകരുടെ കാര്യം എടുത്തു പറയത്തെ എന്താണെന്നറിയോ, കണക്ട് ചെയ്യേണ്ട. ഞാൻ അത് ഇത്തവണ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കില്ല. ഞാൻ വളരെ കൃത്യമായ അജണ്ടയിലാണ്. ഇനി അവരെ സംബന്ധിച്ച് ഇപ്പോൾ LDFനെ സംബന്ധിച്ച്, അതും സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, LDFന് ഇതൊക്കെ വിഷയമാക്കി, ഇതിനെയൊക്കെ വൈകാരിക വിഷയമാക്കി ഇതൊക്കെ ഉള്ളൂ എന്ന രീതിയിൽ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അവരുടെ പ്രശ്നം, ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ട്. ദേശീയ രാഷ്ട്രീയമുണ്ട്, കേരള രാഷ്ട്രീയമുണ്ട്, കായംകുളക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്, കായംകുളത്തെ ഭാവിയിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അവർ ദയവായിട്ട് അതുമായിട്ടൊക്കെ നടക്കട്ടെ. തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്. അപ്പം എന്തായാലും എല്ലാവിധമായ വിജയാശംസകളും. ലീചേട്ടൻ പറഞ്ഞ പോലെ ഇനി ഈ വിഷയം ചർച്ച ചെയ്യാൻ UDF ഇല്ല, മറിച്ച് കായംകുളത്തിൻ്റെ പൊതുവായ വികസനത്തെക്കുറിച്ചായിരിക്കും UDF ചർച്ച ചെയ്യുക.